സ്വർലോകനാടിൻ്റെ നിത്യനാടാം ലോകം ഇന്നു ഞാൻ കാണുമാ നിത്യത. സ്വർലോകനാടിൻ്റെ നിത്യനാടാം ലോകം ഇന്നു ഞാൻ കാണുമാ നിത്യത. ആയിൻ പ്രേമമേ ആമേൻ ലോകമേ, ആയിൻ പ്രേമമേ ആമേൻ ലോകമേ, എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. സ്വർലോകദൂതരൻ സ്നേഹിതരെനിക്കായി സേവനവും ചെയ്തിടുന്നവർ. സ്വർലോകദൂതരൻ സ്നേഹിതരെനിക്കായി സേവനവും ചെയ്തിടുന്നവർ. ദൈവസമ്മുഖേ നിന്നിടുന്നവർ, ദൈവസമ്മുഖേ നിന്നിടുന്നവർ, ദൈവമുഖം കണ്ടിടുന്നവർ, ദൈവമുഖം കണ്ടിടുന്നവർ. സ്വർഗത്തിലാണെന്റെ മന്ദിരം, അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ. സ്വർഗത്തിലാണെന്റെ മന്ദിരം, അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ. എത്ര മനോഹരം, എത്ര വാസസ്ഥലം, എത്ര മനോഹരം, എത്ര വാസസ്ഥലം, തത്ര കർത്താവൊരുക്കുന്നിതാ, തത്ര കർത്താവൊരുക്കുന്നിതാ. സ്വർഗത്തിനിഷ്ടമനുഷ്ഠിപ്പോരാകുന്നൻ അപ്പനും അമ്മയും സോദര. സ്വർഗത്തിനിഷ്ടമനുഷ്ഠിപ്പോരാകുന്നൻ അപ്പനും അമ്മയും സോദര. ദൈവത്തിൻ വേലക്കാർ ഉത്തമ സാക്ഷികൾ, ദൈവത്തിൻ വേലക്കാർ ഉത്തമ സാക്ഷികൾ, വാഗ്ദത്തം പ്രാപിച്ച സിദ്ധന്മാർ, വാഗ്ദത്തം പ്രാപിച്ച സിദ്ധന്മാർ. യേശു താനിൻ സമ്പത്താകും നിക്ഷേപം, മോക്ഷത്തിലാ നശിക്കില്ലത്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തുതി. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 7, 8, 9 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. യോസേപ്പ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്ത് കൊണ്ടുചെന്നു അവനെ ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യൗസേപ്പിനെ നേരിട്ട് കാണാനിടയായി. വർഷങ്ങൾക്ക് ശേഷം അപ്പനായ യാക്കോബ് യൗസേപ്പിനെ നേരിട്ട് കണ്ടു, കെട്ടിപ്പിടിച്ചു, ഏറെ നേരം കരഞ്ഞു. സന്തോഷത്തോടെ പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ കണ്ടല്ലോ, ഇനി എനിക്ക് മരിക്കാം. എനിക്ക് വലിയ സമാധാനമായി, വലിയ സംതൃപ്തിയായി. എൻ്റെ കുഞ്ഞെ, ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ ഞാൻ കടന്നതാണ്, ഒട്ടേറെ ദുരിതങ്ങൾ കൂടെ ഞാൻ പോയതാണ്. എൻ്റെ മോനെ, ഞാൻ നിൻ്റെ
അമ്മ മരിച്ചപ്പോൾ, അമ്മ നിൻ്റെ അനുജനെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ആ പ്രസവത്തോടെ മരിച്ചപ്പോൾ ഞാൻ ആ വഴിയോരത്ത് കല്ലറയുണ്ടാക്കി കുഴി കുഴിച്ച് നിൻ്റെ അമ്മയെ അടക്കിയിട്ട് പോയത് നിനക്കിപ്പോൾ ഓർമ്മ കാണുകയില്ലായിരിക്കും. നീ അന്ന് കുഞ്ഞല്ലേ, പക്ഷേ എനിക്ക് മറക്കാൻ ഒക്കുകയില്ല. എൻ്റെ മോനെ, ദുരിതം നിറഞ്ഞതായിരുന്നല്ലോ എൻ്റെ ജീവിതം, പക്ഷേ ഇന്ന് എനിക്ക് സമാധാനമുണ്ട്. എൻ്റെ കുഞ്ഞെ, നീ ജീവനോടിരിക്കുന്നത് എനിക്കറിയാനിടയായി. എന്നും എല്ലാം പ്രതികൂലമെന്നാണ് ഞാൻ ധരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി അനുകൂലമായി ഒരാളുണ്ടെന്ന്. എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാം പ്രതികൂലമാണ്, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, പക്ഷേ അനുകൂലമായി ഒരാളുണ്ട് എന്നെനിക്ക് മനസ്സിലായ ജീവനുള്ള ദൈവം. മോനെ, ദൈവം നിന്നെ എനിക്ക് വീണ്ടും കാണുമാറാക്കി. നമ്മുടെ ദൈവം നല്ലവനാണ്. യാക്കോബും യൗസേപ്പും കൂടെ എത്ര നേരം സംസാരിച്ചിരുന്ന് കാണും. എത്ര നേരം പലതും പറഞ്ഞ് വിതുമ്പി കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരുന്ന് കാണും. അതെല്ലാം വേദപുസ്തകത്തിൻ്റെ താളുകളിൽ എല്ലാം പകർത്താനാകാതെ അതെല്ലാം വിശ്വാസികളുടെ, വിശുദ്ധന്മാരായ ദൈവമക്കളുടെ ഭാവനയ്ക്ക് കരുണയുള്ള കർത്താവ് വിട്ടിരിക്കുകയായിരിക്കണം. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഇവിടെ നാം കാണുന്നത് യൗസേപ്പ് അപ്പനെ കൂട്ടിക്കൊണ്ടുപോയി രാജകൊട്ടാരത്തിലേക്ക് എത്തിക്കുകയാണ്. രാജകൊട്ടാരം, ഫറവോ രാജാവിൻ്റെ കൊട്ടാരം, അന്നത്തെ സംസ്കാരത്തിൻ്റെ മേധുര ശൃംഗം എന്ന് പറയാവുന്ന ആ ഔന്നത്യമാർന്ന ആഡംബര വിഭൂതികൾ എത്രയും ഐശ്വര്യമായി പരിലസിക്കുന്ന ആ കൊട്ടാരക്കെട്ടുകളിലേക്ക് ഈ അപ്പനെ കൊണ്ടുപോവുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ അപ്പൻ ബേർശേബ മരുഭൂമിയിൽ കൂടി അലഞ്ഞെരിഞ്ഞോടിയ കഥകളെല്ലാം കേട്ടിട്ടുണ്ട്. ബേർശേബ മരുഭൂമിയിൽ കൂടി ഒരു യുവാവായി അലഞ്ഞ് തിരിഞ്ഞ് വിഷമിച്ച് കനാനിൽ നിന്ന് 600ഓളം നാഴി അപ്പുറത്തുള്ള ഹാരാനിലേക്ക് സഹോദരൻ്റെ ആക്രമണത്തെ ഭയന്ന് ഓടിപ്പോയതെല്ലാം യാക്കോബ് പറഞ്ഞും മറ്റും യൗസേപ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വയോവൃദ്ധനായ പിതാവിനെ യൗസേപ്പ് കൊണ്ടുപോയി ഫറവോ രാജാവിന് മുമ്പിൽ നിർത്തുകയാണ്. എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നത്. ഈ കണ്ട കാലങ്ങൾക്കുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു. ഓർത്തു നോക്കിയാൽ കരയാവുന്ന വിഷയങ്ങൾ നടന്നിട്ടുണ്ട്, സന്തോഷിക്കാവുന്ന വിഷയങ്ങൾ നടന്നിട്ടുണ്ട്, മറ്റു ചിലർ വേദനിച്ച വിഷയങ്ങൾ നടന്നിട്ടുണ്ട്, ദൈവം നേരിട്ട് ഇടപെട്ട വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. എന്തെല്ലാം ഓർത്തു നോക്കിയാൽ, തിരിഞ്ഞു നോക്കിയാൽ അതിശയിക്കാവുന്ന വിഷയങ്ങൾ. സ്നേഹിതരെ, നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലും എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ചില ആക്രമണ ഭീതിയോടെ, മരണഭീതിയോടെ ജീവനെ രക്ഷിക്കാനുള്ള താല്പര്യത്തോടെ നിങ്ങൾ ഓടിയകന്ന രംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഹോസ്പിറ്റലിലെ ബെഡിൽ നിങ്ങൾ കിടന്നപ്പോൾ പലരും നിങ്ങളെ കാണാൻ വന്നപ്പോൾ നിങ്ങൾ തീർന്നുപോയി എന്ന്, ഇതാ ദ ഡേയ്സ് ആർ നമ്പേർഡ് എന്ന് ചിലരെ പറഞ്ഞ് കടന്നുപോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ദിവസങ്ങൾ തീർന്നു, മരണം അടുത്തടുത്ത് വന്നു എന്ന് ചിലർ നിരൂപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾക്കൊരു അത്യാഹിതം വന്ന് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഡെഡ് ബോഡി വരാൻ ആളുകൾ വീട്ടിൽ വന്ന് കാത്തിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അവസാനമായി ആ സ്ട്രെച്ചറിൽ നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിഞ്ഞ് നോക്കിയത് ഓർമ്മയില്ലേ? ഇനി കാണുമോ? എൻ്റെ ഈ പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ കാണുമോ? എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ കാണുമോ? എൻ്റെ ഈ ഓമന കുഞ്ഞുങ്ങളെ ഞാൻ കാണുമോ? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാണുമോ? ഇതാ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു, ബോധം കെടുത്തി കഴിയും, പിന്നെ എന്താണോ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ജീവനോടെ തിരിച്ചു വരുമോ? നിങ്ങൾ ഓർത്ത കാലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ചിലർക്കെങ്കിലും ഇതെല്ലാം ഓർമ്മ കാണുകയില്ലേ? ചിലർക്കെങ്കിലും ചില അനുഭവങ്ങളല്ലേ? ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ നിങ്ങൾ പുഞ്ചിരിയോടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആ സ്ട്രെച്ചറിൽ പുറത്തേക്ക് വന്നത്, ആകാംക്ഷയോടെ നിങ്ങളെ കാണാൻ വെളിയിൽ കാത്തു നിന്നവർ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നത്, നിങ്ങൾ ചിരിക്കുന്നതും നിങ്ങളുടെ കണ്ണ് തുറന്നതും കണ്ട് അവരെ നെടുവീർപ്പിടുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്വർഗത്തിലെ ദൈവം നടത്തിയ വിധങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ. ദൈവം നിങ്ങളെ താങ്ങിയത്, വലിയ പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ ദൈവം നിങ്ങളെ കാത്തത്, വലിയ പണത്തിൻ്റെ കുഴപ്പത്തിൻ്റെ മധ്യത്തിൽ ദൈവം നിങ്ങളുടെ കടഭാരങ്ങൾ ഏറ്റെടുത്തത്, വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നേരിട്ടിറങ്ങി വന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിവാഹം ദൈവം നടത്തി തന്നത്, നിങ്ങളുടെ മക്കളുടെ വിവാഹം ദൈവം നടത്തി തന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ വഴികൾ ദൈവം തുറന്നു തന്നത്, എന്തെല്ലാം ഇന്ന് ഓർമ്മയുണ്ട്. ദൈവവേദനയെ ഓർക്കൂ. തിരിഞ്ഞു നോക്കിയാൽ അനേകം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിൽ ഓർത്തോർത്ത് കർത്താവേ, ഈ കാലങ്ങളെല്ലാം എനിക്ക് സമാധാന കാലങ്ങളാക്കി മാറ്റി തന്നല്ലോ എന്ന് ഉള്ളത്തിൽ സ്തുതിച്ചുകൊണ്ട് യാക്കോബ് കൊട്ടാരത്തിൻ്റെ പടിക്കെട്ടിൽ കയറുകയാണ്. ആ രാജകൊട്ടാരത്തിലേക്ക്, ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്, അരമനയുടെ അന്തഃപുര തിരുമുറ്റത്തേക്ക് ഇതാ യാക്കോബ് മന്ദം പടികൾ ചവിട്ടി കയറി ചെല്ലുകയാണ്. യൗസേപ്പ് മുൻപേ പോകുന്നുണ്ട്. യൗസേപ്പ് ചെന്നു.
ഫറവോ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. യാക്കോബിനെ യൗസേപ്പ് പരിചയപ്പെടുത്തി. അപ്പനാണ്, പറഞ്ഞിരുന്നല്ലോ അപ്പനും സഹോദരങ്ങളും വരുമെന്ന്. ഫറവോ നല്ലപോലെ നോക്കി, യാക്കോബിനെ നോക്കി. നാം വായിക്കുന്നത് അങ്ങനെയാണ്. യൗസേപ്പ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്ത് കൊണ്ടുചെന്നു അവനെ ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോ ഒന്നും പറയുന്നതിന് മുൻപ് യാക്കോബ് 2 കൈയും നിവർത്തി, 2 കൈയും ഉയർത്തി ഫറവോനെ അനുഗ്രഹിച്ചു. ഇതെന്തൊരത്ഭുതം! പാവപ്പെട്ട യാക്കോബ് ഉന്നതനായ ഫറവോനെ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ പാവപ്പെട്ടവനാണ്, സ്വർഗത്തിൽ ഉന്നതനാണ് യാക്കോബ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടൊരു കാര്യം പറയാം. ഇവിടെ നിങ്ങൾക്ക് പൈസയില്ല, ഇവിടെ നിങ്ങൾക്ക് ആരോഗ്യമില്ല, ഇവിടെ നിങ്ങൾക്കൊരു തൊഴിലില്ല, ഇവിടെ ഒരു വരുമാന മാർഗമില്ല, ഇവിടെ നിങ്ങൾക്ക് ബുദ്ധി പോരാ, നിങ്ങൾക്ക് ആരോഗ്യം പോരാ, നിങ്ങൾക്ക് സൗന്ദര്യമില്ല. മകളെ, ഭാരപ്പെടല്ലേ. നിന്നെ വിലമതിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പോറ്റുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വില കൽപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. വെറും ഊഹമല്ല ഈ പറയുന്നത്, തോന്നലല്ല ഈ പറയുന്നത്. ഞാൻ ആർത്തിയോടെ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്, ദൈവം നിങ്ങളെ ആദരിക്കുന്ന ദൈവമാണ്. മകനെ, വർഷങ്ങൾക്ക് മുൻപ് നീ പട്ടിണി പാവമായി കിടന്നപ്പോൾ അന്ന് ദൈവം നിൻ്റെ കുടിലുണ്ടായിരുന്നു, നിനക്കറിയാമോ? നീ അറിഞ്ഞില്ല. എത്രയോ പേര് സുഭിക്ഷമായി കഴിയുന്നു, എനിക്ക് ആഹാരത്തിന് മാർഗമില്ലെന്ന് നീ ഓർത്തു. എന്നാൽ പ്രിയപ്പെട്ടവനെ, നീ പട്ടിണി കിടന്നുകൊണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നത് കണ്ട് വേദനിച്ചുകൊണ്ട് നീ കിടന്നപ്പോൾ ഇതാ ആ കത്തുന്ന വയറുമായി കുഞ്ഞുങ്ങൾ തളർന്നു കിടന്ന് ഉറങ്ങുന്നത് കണ്ട് നീ ഏങ്ങലടിച്ചുകൊണ്ട് മാറിക്കിടന്ന് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ കൊച്ചുകുടിലിൽ വന്നിട്ടുണ്ടായിരുന്നു. ദൈവം നിന്നെ കാണുന്നുണ്ടായിരുന്നു, ദൈവം നിന്നെ നോക്കുന്നുണ്ടായിരുന്നു. മകളെ, നിന്റെ വീട് ചോർന്നൊലിച്ചു കൊണ്ടിരിക്കുന്നു. ചോർന്നൊലിക്കുന്ന വീട്ടിൽ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ പോലും പാത്രം മാറി മാറി വെച്ച് അവിടെ ചോരുന്ന വെള്ളം പാത്രത്തിൽ പിടിച്ചുകൊണ്ടിരുന്നു. ചില ദിവസങ്ങളിൽ കുട പിടിച്ചുകൊണ്ടിരുന്ന് ചോറുണ്ടു, കുട പിടിച്ചുകൊണ്ടിരുന്ന് കഞ്ഞി കുടിച്ചു. ആ കാലങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ലേ? ഏതെല്ലാം കടമ്പകളാണ് കടന്നത്, ഏതെല്ലാം വഴികളിലൂടെയാണ് നടന്നത്. ദൈവവേദലേ, കഴിഞ്ഞ കാലങ്ങൾ മറക്കരുത്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദാവീദിനറിയാം താഴ്ചയിൽ ഓർത്തുവെന്ന്. ദാവീദിനറിയാം എൻ്റെ ഒന്നുമില്ലായ്മയിൽ ദൈവം എന്നെ കാത്തുവെന്ന്. ദാവീദ് പിന്നെ പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ദാവീദ് പറയുന്നത് എന്താണ്? അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായി മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. ഞാൻ വളരെ ലളിതമായൊരു കാര്യം പറഞ്ഞു തരാം. എന്താണെന്നോ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയണം. ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള നിങ്ങളുടെ പരിഭവം മാറ്റണം. എനിക്കെന്താണ് ഇങ്ങനെ വന്നത് എന്നുള്ള നിങ്ങളുടെ നിരാശ മാറ്റണം. എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തളർച്ച മാറ്റണം. ദൈവം എനിക്ക് നല്ലവനാണ്, അവൻ എനിക്ക് ചെയ്തതെല്ലാം ഏറ്റവും നല്ലത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആ കാര്യം കൊണ്ടുവരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ പ്ലസ് പോയിന്റുകൾ നിങ്ങൾ എണ്ണണം. നല്ലത് എന്തെല്ലാം ഉണ്ട്, ദൈവം അനുഗ്രഹിച്ച കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കിട്ടിയ നന്മകൾ എന്തെല്ലാം ഉണ്ട്, നിങ്ങളെ ദൈവം കാത്തു പരിപാലിച്ച വിധങ്ങൾ ഏതെല്ലാം ഉണ്ട്. ഓരോന്ന് പ്ലസ് പോയിന്റുകൾ എടുത്ത് എണ്ണിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് ദാവീദ് 116 സങ്കീർത്തനത്തിൽ പാടിയത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവജനമേ, നന്ദിയോടെ ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ യാക്കോബ് ഓർക്കുകയാണ്, ഏതെല്ലാം കടവുകൾ കടന്നു, ഏതെല്ലാം കടമ്പകൾ കടന്നു, ഏതെല്ലാം വേലിക്കെട്ടുകൾ തകർത്ത് കടന്നു, ഏതെല്ലാം മതിൽക്കെട്ടുകൾ ചാടിക്കടന്നു, ഏതെല്ലാം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു, ഏതെല്ലാം ദുർഘടങ്ങളിൽ കാലിടറാതെ മുന്നേറി. കർത്താവേ, നീ ഇതുവരെ എത്തിച്ചല്ലോ, ഇത്രത്തോളം രക്ഷിച്ചല്ലോ, ഇത്രത്തോളം കാത്തല്ലോ. ദൈവജനമേ, നിങ്ങൾ ദൈവം ചെയ്ത നന്മകളിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്കിത്ര കെടുതി വന്നത് എന്ന് മകനെ നീ ചോദ്യം ചെയ്യരുത്.
ഞാൻ എന്ത് ദോഷം ചെയ്തിട്ടാണ് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത് എന്ന് മകളെ നീ ചോദ്യം ചെയ്യരുത്. എല്ലാം നന്മയ്ക്കാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എല്ലാം നന്മയ്ക്ക്. മകനെ, പരീക്ഷ തോറ്റത് നന്മയ്ക്ക്. ദൈവവൈതലെ ജോലി കിട്ടാത്തത് നന്മയ്ക്ക്. ദൈവവൈതലെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടത് നന്മയ്ക്ക്. സഹോദര, നിന്റെ ജീവിതത്തിൽ ഒരു രോഗം വന്നത് നന്മയ്ക്ക്. ദൈവവൈതലെ നിന്റെ യൗവന പ്രായത്തിൽ വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്, വിയോഗ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് നന്മയ്ക്ക്. ഇപ്പോൾ മനസ്സിലാവുകയില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ കാലങ്ങൾ കഴിയുമ്പോൾ ശരി ദൈവത്തെ നിങ്ങൾ സ്തുതിക്കും. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. വർഷങ്ങൾക്ക് മുൻപ് പേടിത്തൊണ്ടനായ യാക്കോബ് എന്താണ് ചെയ്തത്? സ്വന്തം സഹോദരനെ പേടിച്ച് ഏശാവിനെ ഭയന്ന് ഓടിപ്പോയവനാണ് യാക്കോബ്. സ്വന്തം സഹോദരനെ ഭയന്ന് ഓടിയവൻ അവനാണ് ഇപ്പോൾ രാജാതിരാജാവായി വിലസുന്ന പരിലസിക്കുന്ന വിരാജിക്കുന്ന ചക്രവർത്തി പ്രമുഖനെ അനുഗ്രഹിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബ് ഏശാവ് വരുന്നു എന്ന് കേട്ട് പേടിച്ച് ഭ്രമിച്ച് ഭയപരവശനായി എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഭയപരവശനായി തീർന്നവനാണ്, ഭയപ്പാടുള്ളവൻ. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഏശാവ് വരുന്നു, 400 ആളുമായിട്ടാണ് വരുന്നത് എന്ന് കേട്ടപ്പോൾ പേടിച്ചു പോയവനാണ് യാക്കോബ്. ഭയന്ന് പ്രയാസപ്പെട്ടവനാണ് യാക്കോബ്. 32-ാം അധ്യായത്തിൽ ഇപ്രകാരം വിഷമിക്കുന്നതായി നാം കാണുന്നുണ്ട്. 7-ാം വാക്യം. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോട് കൊണ്ടുണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിന് നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിൻ്റെ ദേശത്തേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ എന്ന് യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം സഹോദരനായ ഏശാവിനെ ഭയന്ന് ഭ്രമിച്ച് ഭയപരവശനായി ഓടി രക്ഷപ്പെടാൻ മാർഗം തേടിയയാളാണ് ഈ യാക്കോബ്. എന്നാൽ ഇന്ന് പരിപക്വമതിയായി മാറിയിരിക്കുന്നു. ഇന്ന് നല്ല ഓജസ്സും നല്ല ഊർജ്ജസ്വലതയുള്ളവനായി മാറിയിരിക്കുന്നു. ശരീരത്തിൻ്റെ ഓജസ് കെട്ടുപോയി, ശരീരത്തിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ആത്മാവിൽ ഓജസ്സോടെ നിൽക്കുന്നു. വീണ്ടും പറയട്ടെ, ദൈവവൈതലെ ശരീരം ക്ഷീണിച്ചാലും അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കട്ടെ. അകത്തെ മനുഷ്യൻ ശക്തനായി മാറട്ടെ. പരിശുദ്ധാത്മാവ് അകത്ത് വാഴട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധമുള്ള റൂഹായുടെ കുടിയിരിപ്പ് ഭവനമായി നിന്റെ ഹൃദയം തീരട്ടെ. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ധന്യത കൊണ്ട് നീ വിജൃംഭിക്കുന്നവനായി തീരട്ടെ. നിന്റെ ഹൃദയം വികസിക്കട്ടെ. നിന്റെ ബുദ്ധിമണ്ഡലം വികസ്വരമാകട്ടെ. നിന്റെ ജീവിതം പ്രശോഭിക്കട്ടെ. യാക്കോബ് ഇന്ന് ധൈര്യശാലിയാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ സമാധാന കാലങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. പണ്ടത്തെ ദുരിതം നിറഞ്ഞ കാലങ്ങൾ അതെല്ലാം തേഞ്ഞുമാഞ്ഞു പോയിരിക്കുന്നു. ദൈവവൈതലെ, നിന്റെ ജീവിതത്തിലെ യാതനകൾ തീർന്നൊരു കാലമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് അറുതി വരുന്നൊരു കാലമുണ്ട്. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് പരിഹാരം ലഭിക്കുന്നൊരു കാലമുണ്ട്. നാം വായിക്കുന്നത് എന്താണ്? യാക്കോബ് ഫറവോ രാജാവിനെ അനുഗ്രഹിച്ചു. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് ചോദിച്ചു, എത്ര വയസ്സായി എന്ന്. ഫറവോൻ ചോദിക്കുകയാണ്, എത്ര വയസ്സായി? പ്രിയപ്പെട്ടവരെ, ഫറവോ രാജാവ് നോക്കി, നല്ല കരുത്തോടെ നിൽക്കുന്നു. പുറമേ ആൾ ക്ഷീണിതനാണ്. ഈ ചുക്കിച്ചുളിഞ്ഞു പോയിട്ടുണ്ട്. തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞ് ജരകൾ ബാധിച്ചു കഴിഞ്ഞു, നരകൾ ബാധിച്ചു കഴിഞ്ഞു. എന്നാലും ഉണ്ടല്ലോ ഈ കാർന്നവർക്ക് നല്ല ഉറപ്പ്, നല്ല കരുത്ത്, നല്ല ശക്തി. ഈ പ്രായമായ മനുഷ്യൻ, ഈ യൗസേപ്പിൻ്റെ അപ്പൻ, എന്തോ ഒരു ഊർജ്ജസ്വലത മുഖത്ത്. ആ മുഖത്ത് ഏതോ ഒരു പ്രത്യേക പ്രകാശം, മുഖത്ത് ഏതോ ഒരു പ്രത്യേക സന്തോഷത്തിൻ്റെ തികവ്, ഏതോ ഒരു പ്രസന്നതയുടെ മികവ് നോക്കി നിന്നു. ഫറവോ രാജാവ് ചോദിച്ചു, എത്ര വയസ്സായി? ഉടനെ യാക്കോബ് പറഞ്ഞു, യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് പോയി കിട്ടിയ സമയം കൊണ്ട് നല്ലൊരു സാക്ഷ്യം കൊടുത്തു. പ്രിയപ്പെട്ടവരെ,
കിട്ടിയ സമയം കൊണ്ട്, ആ ചുരുങ്ങിയ സമയം കൊണ്ട് രാജാവിൻ്റെ മുമ്പിലും പറയേണ്ടത് പറഞ്ഞു, അധികാരിയുടെ മുമ്പിലും പറയേണ്ടത് പറഞ്ഞു, ഉയർന്ന രാജകീയ അധികാരത്തിൻ്റെ പ്രമത്തതയിൽ മതിക്കുന്ന ചക്രവർത്തിയുടെ മുൻപിലും പറഞ്ഞു. കിട്ടിയ സമയം കൊണ്ട് പറയേണ്ടത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ ഇത്ര വയസ്സായി എന്ന് പറഞ്ഞാൽ പോരാ, പറയേണ്ടത് അങ്ങനെയല്ല. എന്താണ് പറഞ്ഞത്? എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് സാക്ഷിച്ചത് എന്താണ്? ഇതൊരു പരദേശവാസമാണ്. ഇത്ര വയസ്സെന്ന് പറയാനില്ല, ഇതൊരു പരദേശവാസം. സ്വന്തം ദേശം അക്കരെയാണ്. എനിക്കൊരു ദേശമുണ്ട്, എനിക്കൊരു നാടുണ്ട്, എനിക്കൊരു പ്രത്യേകം സ്വന്തം നാടുണ്ട്. നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ, സ്വർലോകത്തങ്കത്തെരുവിൽ കാണും ഞാൻ വീടൊന്ന്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർലോകത്തിൻ്റെ തങ്കത്തെരുവിൽ ഒരു വീട് ഒരുക്കിയിരിക്കുന്നുള്ളതായി ഉറപ്പുണ്ട്. നാടില്ല നമുക്ക് ഈ ഉലകിൽ, ഈ ഉലകിൽ നമുക്ക് നാടില്ല. പാട്ടുകാരൻ പണ്ടങ്ങനെ പാടി, നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ, സ്വർലോകത്തങ്കത്തെരുവിൽ അവിടെയാണ് കാണും ഞാൻ വീട് ഒന്ന്. എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വീട്. പ്രിയപ്പെട്ടവരെ, സ്വർലോകത്തിൻ്റെ തങ്കത്തെരുവിൽ ഒരു വീടുണ്ട് എന്നുള്ള ഉറപ്പ്, അവിടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഭവനം പണിയുന്നു എന്നുള്ളതായി ഉറപ്പ്. യേശു തമ്പുരാൻ കടന്നു പോകുന്നതിന് മുൻപ് കർത്താവ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ കർത്താവായ യേശു സ്വർഗലോകത്തേക്ക് പോയിരിക്കുന്നു. ഭവനം പണിത് തീർന്നാൽ അവിടുന്ന് വീണ്ടും വരും, നമ്മെ ചേർക്കും. ഇതൊരു പരദേശ പ്രയാണമാണ്, ഇതൊരു പരദേശവാസമാണ്, താൽക്കാലികമായ പാർപ്പിടം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു, പറയാം. പക്ഷേ ഞാനൊരു പരദേശിയാണ് എന്നോർക്കാൻ പറ്റുമോ? ഇവിടെ എന്നോ ഏതോ ഒരു കാലം, ഇത്രയും കാലം ജീവിച്ചു. എപ്പോഴോ ഒരു സമയത്ത് ഞാനങ്ങ് കണ്ണടയും, ഞാനങ്ങ് തീരും. എന്നെ പ്രിയപ്പെട്ടവർ ദുഃഖത്തോടെ നോക്കി നിൽക്കും. ഇല്ലേ മകനെ, അങ്ങനെയല്ലേ? മകളെ, നിനക്കും അങ്ങനെ തോന്നുന്നില്ലേ? നിന്റെ പ്രിയപ്പെട്ടവർ ഏങ്ങലടിച്ച് വിതുമ്പിക്കൊണ്ട് ആ മരണക്കിടക്കയുടെ അരികത്ത് നിൽക്കും. ശവശരീരത്തിലേക്ക് ഇടയ്ക്ക് നോക്കും, പിന്നെയും വിതുമ്പും. ചിലപ്പോൾ ബോധം കെട്ട് വീഴും. അങ്ങനെ ഞാൻ ഭാവനയിൽ കാണാറുണ്ട്. ചിലപ്പോൾ ബോധം കെട്ട് വീഴും. പലരും വരും. കൂടെ ജോലി ചെയ്തവർ, ഒരുമിച്ച് യാത്ര ചെയ്തവർ, ഒരുമിച്ച് വേല ചെയ്തവർ, ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളായവർ, ആത്മീയ സഹോദരങ്ങൾ, ആത്മീയ സ്നേഹിതന്മാർ, ആത്മീയ നേതാക്കൾ, പലരും വരും, പ്രാർത്ഥിക്കും, അനുശോചന വാക്കുകൾ പറഞ്ഞു എന്ന് വരും. ആ കൂടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു, അനുശോചനം അറിയിക്കും. അവരെല്ലാം പോകും. അനുശോചന പ്രസംഗങ്ങളിൽ പലരും നല്ല നല്ല വാക്കുകൾ പറയും. അനുശോചന സമയത്ത് ആരും ചീത്തയായതൊന്നും പറഞ്ഞു വരികയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം കഴിഞ്ഞു. ഇതാ ശവശരീരം ശവക്കുഴിയിലേക്ക് അങ്ങ് മാറും, കല്ലറയിലേക്ക് മാറും. ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇതാ ഈ താൽക്കാലിക വാസം കഴിഞ്ഞ് നിത്യതയിലേക്ക് അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ശരീരം താൽക്കാലികം. ഇത് വിട്ട് അക്കരയ്ക്കങ്ങ് പോയി കഴിഞ്ഞിരിക്കുന്നു. പരദേശ പ്രയാണകാലം. ദൈവജനമേ, പരദേശ പ്രയാണകാലം. എല്ലാം താൽക്കാലികം. യാക്കോബ് പറയുകയാണ്, എൻ്റെ പരദേശ പ്രയാണകാലം 130 സംവത്സരമായിരിക്കുന്നു. വളരെ ദുരിതം പിടിച്ചൊരു കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്, വളരെ കഷ്ടതയുള്ളൊരു കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ സമാധാനത്തോടെ ഇന്ന് ജീവിക്കുന്നു. ഞാൻ അക്കരയ്ക്ക് പോകാൻ ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ജെരുക്കവും കഷ്ടതയും ദുരിതവും അനുഭവിച്ചു, സത്യം. എങ്കിലും ഞാൻ എൻ്റെ രാജാധിരാജൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര പോകുവാൻ ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു. എന്തോ ഒരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം മരിക്കുന്നത് 175 വയസ്സിലാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്ക് മരിക്കുന്നത് 180 വയസ്സിലാണ്. പക്ഷേ ഈ യാക്കോബ് മരിക്കുന്നത് 147 വയസ്സിലാണ്. ഓർക്കൂ, യാക്കോബിൻ്റെ പരദേശ പ്രയാണകാലം അല്പം ചുരുക്കമാണ്. അപ്പൻ്റെ അപ്പനോ ജീവിച്ചിടത്തോളം കാലം ജീവിച്ചില്ല. പക്ഷേ ഉള്ള കാലം ഇതാ ദുരിതവും പ്രയാസവും യാതനയും അത്യന്തം ഭയാനകമായ കഷ്ടതകളുമാണെങ്കിലും ഉണ്ട്. ഇതൊരു പരദേശ പ്രയാണമാണെന്ന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇവിടെ ദുരിതമുണ്ട്, ഇവിടെ യാതനയുണ്ട്. എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ ആ സ്വർഗീയ രാജധാനിയിലേക്ക് പറക്കുവാൻ ഇവിടെ വെച്ച് നാം ഒരുങ്ങുക. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതം താൽക്കാലികമാണ്, നിങ്ങൾ അറിയണം. എല്ലാം മായ, സകലവും മായ, എല്ലാം വിട്ടുപോകും. പ്രിയപ്പെട്ടവരെ, അരയ്ക്കുന്നവർ ചുരുങ്ങും. എന്താണ് ഈ അരയ്ക്കുന്നവർ? വായിലെ പല്ല് കൊഴിയും. അതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ പറയുന്നത്. ഉറവിങ്കലെ കുടം തകരും,
അതേതാണ്? ഈ സ്പന്ദിക്കുന്ന ഹൃദയം അത് നിശ്ചലമായി തീരും. സഹോദരങ്ങളെ, അത് വിവരിക്കാൻ ഞാൻ സമയമെടുക്കുകയല്ല. എന്നാൽ ഉറവിങ്കലക്കുടം ഉടയുകയും അരയ്ക്കുന്നവർ മന്ദമാകുകയും ഇതാ കണ്ണിനെ കാഴ്ച മങ്ങുകയും ചെയ്യുന്നൊരു സമയമുണ്ട്. ഷേക്സ്പിയർ മഹാകവി പണ്ട് ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നതായ ആ ഒരു മനോഹരമായ ഡ്രാമയിൽ അദ്ദേഹം ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട്. സാൻസ് ടീത്ത്, സാൻസ് ഐസ് ആൻഡ് സാൻസ് എവരിതിങ്. സാൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഐസ്, വിത്തൗട്ട് ഇയേഴ്സ് ആൻഡ് വിത്തൗട്ട് എവരിതിങ്. സാൻസ് ഐസ്, സാൻസ് ടീത്ത്. പല്ലില്ലാതെ, കണ്ണിൻ്റെ കാഴ്ച മങ്ങി, ചെവി കേൾക്കാനാകാതെ ഇതാ കടന്നു പോകുമെന്നാണ് ഷേക്സ്പിയർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കവികൾ പറയട്ടെ പറയാതിരിക്കട്ടെ, തത്വചിന്തന്മാർ ചിന്തിക്കട്ടെ ചിന്തിക്കാതിരിക്കട്ടെ, ഒരു പരമസത്യം, ഞാനും കടന്നു പോകും. ദൈവവേദിലെ നീ ഒരുങ്ങിയോ? രാജാധിരാജന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് പോകുവാൻ മകനെ നീ ഒരുങ്ങിയോ? എപ്പോൾ കടന്നു പോയാലും പ്രത്യാശയോടെ കടന്നു പോകാൻ നീ ഒരുങ്ങിയോ? എൻ്റെ കരുണയുള്ള കർത്താവ് ഭവനം പണിതു തീർന്നാൽ എന്നെ സ്വീകരിക്കാൻ വരുമെന്ന് ദൈവവേദിലെ നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ എന്നെ സ്വീകരിക്കാൻ വരും. അവൻ എന്നെ എതിരേറ്റ സ്വർഗീയ സന്നിധാനത്തിലേക്ക് അവൻ എന്നെ ചേർക്കും. അവൻ്റെ സ്വർഗീയ മഹിമാസനത്തിൻ്റെ അരികിലേക്ക് അവൻ എന്നെ ചേർക്കും. ദൈവവേദിലെ എനിക്ക് വിശ്വാസമുണ്ടോ? യേശുവിനെ നീ ഇപ്പോൾ സ്വീകരിക്കുമോ? യേശുവിനായി നിന്റെ ഉള്ളം നീ തുറക്കുമോ? വിശ്വസിക്കൂ ദൈവവേദിലെ, നിനക്ക് സ്വർഗീയ ശാന്തി തരുവാൻ, തീരാത്ത സമാധാനം തരുവാൻ, ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗീയ സൗഭാഗ്യം തരുവാൻ ഇതാ രാജാധിരാജൻ സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്റെ പാപം ഏറ്റുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കൂ. അവൻ്റെ തിരുരക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നെന്ന് നീ വിശ്വസിക്കൂ. ഒരു വിശുദ്ധ ജീവിതം തുടങ്ങും മകനെ, ഒരു പുതിയ ജീവിതം തുടങ്ങും മകളെ. നിന്റെ ജീവിതം വിശുദ്ധമാകട്ടെ, നിന്റെ ജീവിതം സ്വർഗം പ്രസാദിക്കുന്നതാകട്ടെ, സ്വർഗം മാനിക്കുന്നതാകട്ടെ, സ്വർഗം അംഗീകരിക്കുന്നതാകട്ടെ. നിത്യനായ ദൈവം പ്രസാദിക്കുന്ന ഒരു പുതിയ ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശുവിതാ തന്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് യേശു പറയുന്നു. വാതിൽ തുറക്കുവീൻ, ഹൃദയവാതിൽ തുറക്കുവീൻ, രാജാധിരാജൻ പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നേൽപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. രാജാധിരാജൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കട്ടെ. അവനെ എതിരേൽക്കുവീൻ, അവനായി ഹൃദയം തുറക്കുവീൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി പണിയുന്ന ഭവനത്തിലെത്തുവാൻ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, പുതിയ സൃഷ്ടികളാകുവീൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, അൻപുള്ള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവദായകമായ തിരുമൊഴികൾ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ രാജാധിരാജ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കാണുന്ന ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനകൾ അവിടുന്ന് കാണുന്നുവല്ലോ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവിടുന്ന് അറിയുന്നുവല്ലോ, രോഗങ്ങൾ അവിടുന്ന് കാണുന്നുവല്ലോ. നാഥ, ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനം കേട്ടവർക്ക് രോഗസൗഖ്യം അയക്കണമേ. വചനം കേട്ടവർക്ക് പാപബന്ധനങ്ങൾ അഴിക്കണമേ. വചനം കേട്ടവർക്ക് കുടുംബ സമാധാനം നൽകണമേ. കുടുംബങ്ങളിൽ ശാന്തി പകരണമേ. എല്ലാവരെയും ഐശ്വര്യ തികവിലേക്ക് നയിക്കണമേ. എല്ലാവർക്കും സ്വർഗീയ വാഴ്വുകൾ നൽകണമേ. അവിടുത്തെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ വിശ്വസിക്കുന്നവരുടെ ശിരസിൽ വെക്കണമേ. അനുഗ്രഹിക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമേൻ.